ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഇനി ബീട്രൂട്ട് കഴിച്ചു തുടങ്ങും. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതാണ് ബീട്രൂട്ട് ചപ്പാത്തി. ഇതിന് മുന്നേ നമ്മൾ ഗോതമ്പ് വെച്ചിട്ട് ബീട്രൂട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ട് ചപ്പാത്തി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പീസ് ഇഞ്ചിയും അതേപോലെ തന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി എടുത്ത് അതിലേക്ക് ഈ ബീട്രൂട്ട് അരച്ചതും അല്പം ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ഒഴിക്കുമ്പോൾ നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് വരും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക. ഇനി എല്ലാം നോർമൽ മെത്തേഡാണ്. നമ്മൾ ബോളാക്കി വെച്ചതിനെ പരത്തിയെടുക്കുക. അതിനുശേഷം ദോശക്കല്ലിട്ട് ചുട്ടെടുക്കുക. ആവശ്യത്തിനുള്ള ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരിക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബീട്രൂട്ട് ചപ്പാത്തി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കാണ്ടിരിക്കുക. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത അശ്വിൻ പോലും ഇതേപോലെ ബീട്രൂട്ട് ചപ്പാത്തിയോ ദോശയോ കേസരിയോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കും. അപ്പം ബീട്രൂട്ട് ക്യാരറ്റൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ നമ്മൾ പേസ്റ്റാക്കി വേറെ എന്തെങ്കിലും ഫോമിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളും. ആ വൈറ്റമിൻസ് എല്ലാം തന്നെ അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.